1 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് കറിയാണ്. കറി വെക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ സവാളയുണ്ട്, തക്കാളി, പിന്നെ പച്ചമുളക്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും ഉള്ളിയും വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇറച്ചി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇറച്ചിയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ഈ പാനിൽ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഇറച്ചിക്കറി എങ്ങനെയായി നോക്കാം കേട്ടോ. ആവി വെള്ളത്തിൽ നന്നായിട്ട് നല്ലൊരു റോസ്റ്റിന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നെയ്ച്ചോറ്, പത്തിരി, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇറച്ചിക്കറിയാണ്. നിങ്ങൾ